അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ദുൽഖർനൈനിക്ക് ഭൂമിയിൽ വലിയ തോതിലുള്ള രാജാധികാരം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പടയോട്ടത്തിൽ അദ്ദേഹം കീഴടക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം നൽകിയതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. ഈ അധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ഉയർന്ന നീതിബോധത്തോടെ ഏറ്റെടുത്തു നടപ്പാക്കുമെന്ന് ദുൽഖർനൈനി തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് പറയുന്നത്. ഒന്നുകിൽ തൻ്റെ ജനത്തെ മൊത്തം ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവരോട് വിട്ടുവീഴ്ച ചെയ്ത് അവരോട് നല്ല നിലയിൽ പെരുമാറുക എന്ന സ്വാതന്ത്ര്യമാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന ധിക്കാരികളോട് കടുത്ത നിലപാട് ഞാൻ സ്വീകരിക്കുമെന്നും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന സത്യവാന്മാരോട് സ്നേഹത്തോടെയും സഹൃദയത്തോടെയുമുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇന്ന് പഠിക്കുന്ന 87, 88 ആയത്തുകളിലാണ് അദ്ദേഹം ഈ നിലപാട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമ്മാമൻ ലലമ ഫസൗഫനു അദ്ദിബുഹു, അക്രമം പ്രവർത്തിച്ചവനെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതായത് ധിക്കാരം പ്രവർത്തിക്കുന്ന ദുഷ്ടജനത്തിന് ഈ ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷ എൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ നൽകും. സുമ്മയുറദ്ദു ഇലാ റബ്ബിഹി, പിന്നീട് അവൻ്റെ റബ്ബിലേക്ക് മടക്കപ്പെടും. ധിക്കാരം പ്രവർത്തിച്ചവൻ മരണശേഷം അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നു. ഫയു അദ്ദിബുഹു അദാബൻ നുക്ര, അപ്പോൾ അവന് കൂടുതൽ കഠിനമായ ശിക്ഷ നൽകുന്നതുമായിരിക്കും. മരണാനന്തരം അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ധിക്കാരിയായ മനുഷ്യന് അള്ളാഹു അയാൾ അർഹിക്കുന്ന കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യും എന്നാണ് ധിക്കാരികളുടെ കാര്യത്തിൽ ദുൽഖർനൈൻ നിലപാട് പ്രഖ്യാപിച്ചത്. എന്നാൽ അള്ളാഹുവിനനുസരിച്ച് സത്യവിശ്വാസികളായി നിലകൊള്ളുന്നവർക്ക് അവരെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വ അമ്മാമൻ ആമന, എന്നാൽ സത്യവിശ്വാസം സ്വീകരിച്ചവർ, വ അമില സ്വാലിഹൻ, സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർ, സത്യവിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർ. അതാണല്ലോ അള്ളാഹു മനുഷ്യരോട് കൽപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ കൽപ്പന സ്വീകരിച്ച് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന സത്യസന്ധരായ മനുഷ്യരുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എനിക്കൊന്നും പ്രത്യേകം ചെയ്യാനില്ല. ഫലഹു, അങ്ങനെയുള്ളവന് ഉണ്ട് ജസാ അനിൽ ഹുസ്ന, ഉത്തമമായ കർമ്മഫലം. ഉത്തമമായ വിശിഷ്ടമായ പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗമാണ്. ഇവിടെ നീതിമാനായ ഒരു രാജാവിൻ്റെ ഭരണാധികാരിയുടെ ദൗത്യമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. നാട്ടിൽ അക്രമവും അധർമ്മവും പ്രവർത്തിക്കുന്നവരെ നിലക്ക് നിർത്തുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അത് താൻ നിർവഹിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ സൽക്കർമ്മികളായ സത്യവിശ്വാസികളുടെ കാര്യത്തിൽ ഈ ദുനിയാവിലെ ഭരണാധികാരിക്ക് പ്രതിഫലം നൽകേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗമാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവാണ് നൽകുക. എന്നാൽ അവരെ ആശീർവദിച്ചുകൊണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ടും അവർക്ക് നന്മ നേർന്നുകൊണ്ടും അവരോട് സംസാരിക്കും എന്ന് ദുൽഖർനൈൻ പറയുന്നുണ്ട്. വസനഖൂലുലഹു, അവനോട് നാം പറയും, സത്യവിശ്വാസിയും സൽക്കർമ്മിയുമായ മനുഷ്യനോട് നാം പറയും, മിൻ അംരിനാ യുസ്ര, നമ്മുടെ കൽപ്പനകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് എളുപ്പമായത്. രണ്ട് രീതിയിൽ ഈ പറഞ്ഞ വാചകത്തെ വിശദീകരിക്കാം. തൻ്റെ നാട്ടിലെ സത്യസന്ധരായ ജനങ്ങൾക്ക് തൻ്റെ കൽപ്പനകളിൽ എളുപ്പമായത് പറയും എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസകരമായ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നാണ് ഒരു വിശദീകരണം. മറ്റൊന്ന്, അവരോട് നല്ല വാക്കുകൾ, ആശംസാ വാക്കുകൾ, പ്രാർത്ഥനാ വാക്കുകൾ, ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും എന്നൊക്കെയുള്ള ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും വാക്കുകൾ പറയും എന്നാണ്. ഈ രണ്ട് വിശദീകരണമായാലും ശരി, ധിക്കാരികളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ധിക്കാരികളെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് നിർബന്ധമായും പറഞ്ഞതുപോലെ ഇവിടെ പറയുന്നില്ല. അവിടെ സൗഫനു അദ്ദിബുഹു എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരം ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സൗഫ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ രണ്ടാമത്തേതിൽ സനഖൂലു എന്ന് പറഞ്ഞതിലെ സ എന്നത് ഉറപ്പിച്ചു പറയുവാനുള്ളതല്ല. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് രാജാവിൻ്റെ നിർബന്ധ ബാധ്യതയല്ല എന്നർത്ഥം. സത്യവിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കും. ധിക്കാരികൾക്കുള്ള ശിക്ഷയാകട്ടെ ഈ ലോകത്ത് ഭരണാധികാരികളിൽ നിന്ന് കിട്ടും. എന്നാൽ അത് സമ്പൂർണ്ണ നീതിയാവുകയില്ല. പൂർണ്ണമായ നീതിയോടെ അർഹമായ രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് ലഭിക്കുക.
പ്രിയപ്പെട്ടവരെ, ദുൽഖർനൈൻ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസ് ആണെന്ന അഭിപ്രായം ശരിയാണെങ്കിൽ അദ്ദേഹം ലോകം കീഴടക്കുമ്പോൾ അദ്ദേഹം കീഴടക്കുന്ന ഓരോ രാജ്യത്തിലെയും ജനങ്ങളോട് ദയാപൂർവമാണ് പെരുമാറിയിരുന്നത് എന്നും അങ്ങനെ പെരുമാറണമെന്ന് തൻ്റെ സൈന്യത്തോട് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ കാണാം. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ശത്രുക്കൾക്ക് അദ്ദേഹം മാപ്പ് നൽകുമായിരുന്നു. അങ്ങനെ നല്ല നിലയിൽ പെരുമാറിയിരുന്നതിൻ്റെ പേരിൽ അദ്ദേഹം കീഴടക്കിയ രാജാക്കന്മാരടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നല്ല ജീവിതം നയിച്ചു എന്നും ചരിത്രത്തിലുണ്ട്. അപ്പോൾ ധിക്കാരികളെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞത് ധിക്കാരത്തിൽ തന്നെ തുടരുന്ന പക്ഷം ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ള താക്കീതായും ധിക്കാരത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രേരണയായും മനസ്സിലാക്കാം. അതോടൊപ്പം സൈറസ് തികഞ്ഞ ഏകദൈവവിശ്വാസിയും ഭക്തനുമായിരുന്നു എന്നും ചരിത്രത്തിലുണ്ട്. ഇനി തുടർന്ന് ദുൽഖർനൈൻ്റെ മറ്റൊരു പടയോട്ടമാണ് പറയുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.